ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ മുഴുവനായും തകർത്തുകൊണ്ട് പുതിയൊരു റാംജി ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ബില്ല് തീർച്ചയായിട്ടും ഇതുവരെ ഈ തൊഴിലുറപ്പ് നിയമത്തിന് കീഴിൽ തൊഴിലെടുത്തിട്ടുള്ള തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നതല്ല, സംസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല, ഈ രാജ്യത്തിന് തന്നെ ഗുണം ചെയ്യുന്നതല്ല. NREG എന്ന് പറഞ്ഞാൽ അത് താഴെ നിന്ന് ഡിമാൻഡ് വരികയും അത് ആ ലേബർ ബജറ്റ് മേലിലേക്ക് അയച്ച് എത്ര ആളുകൾ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം, തയ്യാറാണ് എന്നുള്ള കാര്യം മേലേക്ക് അറിയിച്ച് ആ പണം സെൻറ്ററിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പൂർണ്ണമായും ലേബർ ബജറ്റ് മുഴുവനും തന്നെ സെൻറ്റർ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ബില്ല് റാംജി ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സെൻറ്റർ തീരുമാനിക്കും. എല്ലാം മേലെ നിന്നും തീരുമാനിച്ച് താഴേക്ക് വരികയാണ്. അതായത് എവിടെ എന്ത് തരത്തിലുള്ള ജോലി എടുക്കണം, എത്ര പേർ അതിൽ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്രം തീരുമാനിച്ചുകൊണ്ട് അത് താഴേക്ക് അറിയിക്കുകയാണ്. അത് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഈ തൊഴിൽ ലഭിച്ചുകൊള്ളണമെന്നില്ല. അത് ജില്ലകളെയും പഞ്ചായത്തുകളെയും ഒക്കെ തന്നെ ഗ്രേഡ് തിരിച്ച് വികസിത പഞ്ചായത്ത്, വികസിത ജില്ല എങ്ങനെ പറഞ്ഞാൽ 2-3 ഗ്രേഡായിട്ട് തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശങ്ങൾ അവിടെയൊക്കെയുള്ള ഗ്രാമപ്പുറത്തുള്ള ആളുകൾക്ക് ഇന്നലെ വരെ NREGയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ആ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. 125 ദിവസം ആയിട്ട് 100 എന്നുള്ളത് 125 ദിവസമാകുമെന്ന് പറയുന്നു. പക്ഷെ ഒരു ഗ്യാരണ്ടിയും NREGക്കകത്ത് മിനിമം കൂലിക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ വെള്ളം ലഭിക്കുന്നതിനുള്ള, കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള, നോക്കുന്നതിനുള്ള, അതുപോലെ തന്നെ 15 ദിവസത്തിനകം തൊഴിൽ ആവശ്യപ്പെട്ടാൽ 15 ദിവസത്തിനകം തൊഴിൽ ലഭിക്കുന്നതിനുള്ള, അങ്ങനെ ലഭിച്ചില്ല എങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസിനുള്ള അവകാശമുള്ള, അതുപോലെ തന്നെ തൊഴിലെടുത്തിട്ട് 15 ദിവസത്തിനകം കൂലി കിട്ടിയില്ല എങ്കിൽ അതിന് കോമ്പൻസേഷനുള്ള, അതെല്ലാം നിയമപരമായി അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നിയമമായിരുന്നു അത്. ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ പിന്നെ ഒരിക്കൽ കൂടി അട്ടിമറിക്കുന്ന ഒന്നാണ് ഈ ബില്ലെന്നുള്ളത്, ഈ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല്. കാരണം എല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്. സംസ്ഥാനം ഇത് നടപ്പിലാക്കേണ്ട 40% ചെലവിൻ്റെ 40% ചെലവാക്കേണ്ടത് സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ ആ സംസ്ഥാനങ്ങളോട് പോലും ഒരു കൂടിയാലോചന നടത്താതെ, പാർലമെൻറ്റിൽ പാർട്ടികളുമായി കൂടിയാലോചന നടത്താതെ, NREGയെ കൊണ്ടുവരുമ്പോൾ ആ ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കൂടിയാലോചനകൾ പൊളിറ്റിക്കൽ പാർട്ടീസുമായും അതുപോലെ തന്നെ MPമാരുമായും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുമായും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും ഒക്കെയായി ഒരുപാട് കൂടിയാലോചനകൾ നടത്തി കൊണ്ടുവന്ന ഒരു ബില്ലാണത്. അങ്ങനെ കൊണ്ടുവന്ന ഒരു നിയമം കൂടിയാണത്. ആ ബില്ലിനെ തുടക്കത്തിൽ അന്നത്തെ ധനമന്ത്രി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ പ്രണബ് മുഖർജിയാണ് അന്ന് ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ 5 പേർ, ജോൺ റൈസ് അടക്കം ഞങ്ങൾ 5 പേര് പോയി ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം എത്ര രോഷാകുലനായിട്ടാണ് അന്ന് പ്രതികരിച്ചെന്നറിയോ. എന്നാൽ ഞങ്ങൾ ഇരുന്ന് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളോട് വരാൻ പറഞ്ഞ് അങ്ങനെ ആ ബില്ലിനെ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിനുശേഷം ആ ബില്ല് പാസ്സാവുകയും, അതൊക്കെ ചരിത്രങ്ങളാണ്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു ചർച്ചയുമില്ലാതെ NREGയെ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് അതിൻ്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ബില്ല് സംബന്ധിച്ച് പറയാനുള്ളത്. അത് ഈ NREG എന്ന് പറഞ്ഞ ഒരു വിപ്ലവകരമായ ഒരു നിയമമായിരുന്നു അത്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, മിനിമം കൂലി എന്നുള്ളത് ഉറപ്പാക്കി. അത് ആ മിനിമം കൂലി എന്ന് പറയുമ്പോൾ അത് സ്ത്രീക്കൊരു കൂലി, പുരുഷനൊരു കൂലി എന്നുള്ളതല്ല. അപ്പോൾ 2 കൂട്ടർക്കും തുല്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ കൂലി, കടലാസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കിയ ഒരേ ഒരു നിയമമാണ് തൊഴിലുറപ്പ് നിയമം. അതുപോലെ തന്നെ ഈ നിയമം വന്നതിന് ശേഷമാണ് കാർഷിക മേഖലയിലുള്ള കർഷക തൊഴിലാളികളുടെ കൂലി വർദ്ധിക്കാൻ കാരണമായി. അതുകൊണ്ടെന്ന് വെച്ചാൽ 10, 500, 1000 ഏക്കർ ഉള്ള നിലമുള്ള കൃഷിക്കാർ, വലിയ കൃഷിക്കാർ, അവർ ആ സമയത്തൊക്കെ ഇത് കൊണ്ടുവന്ന സമയത്തൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾക്ക് തൊഴിലാളിയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. തൊഴിലാളിയെ കിട്ടാത്തതുകൊണ്ടല്ല, കൂലി കൊടുക്കാൻ തയ്യാറില്ല. 25 രൂപയ്ക്കും 50 രൂപയ്ക്കും 30 രൂപയ്ക്കും ഒക്കെ കൂലി ചെയ്യുന്ന എത്രയോ തൊഴിലാളികളെന്നുണ്ട്. ഇന്ന് ആരെങ്കിലും ഒരു സംസ്ഥാനത്തും 30 രൂപയ്ക്കൊന്നും വർക്ക് ചെയ്യാൻ ആരും തയ്യാറല്ല. കാരണം NREGയിൽ
അവർക്ക് മിനിമം കൂലി ലഭിക്കുന്നുണ്ട്, തുല്യ വേതനം ലഭിക്കുന്നുണ്ട്, കൂലി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു 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 നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഈ 125 ദിവസം പോയിട്ട് അതിൻ്റെ 25 ദിവസം പോലും കിട്ടുമെന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി ഇല്ലാതെ കൊണ്ടുവരുന്ന ഈ ബില്ലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒന്ന് ഈ സംസ്ഥാനങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് മറ്റ് ഈ ഓപ്പോസിഷൻ പാർട്ടികളുടെ സംസ്ഥാനങ്ങൾ അവരെ കുറേ കൂടി ഞെരുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തായിട്ടുള്ളത് കോർപ്പറേറ്റുകൾക്കും ബിസിനസ് ഹൗസിനും ഒക്കെ തന്നെ ചീപ്പ് ലേബർ. ഇപ്പോൾ NREJക്ക് ഈ 125 ദിവസത്തിനകത്ത് തന്നെ ഒരു വർഷത്തിനകത്ത് കാർഷിക മേഖലയിൽ തൊഴിലുള്ളപ്പോൾ അവിടെ ആ സമയത്ത് ഇതിന് അവധിയാണ്. ഈ NREJ നടപ്പിലാകില്ല, 60 ദിവസത്തിന് ഓഫാണ്. ആ 60 ദിവസം എവിടെ ഇപ്പോൾ 25 രൂപയ്ക്ക് പോലും പണിയെടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പഴയതിലേക്ക്, ആ ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ തള്ളിവിടുന്നതിന് തുല്യമാണിത്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ CPI സംബന്ധിച്ച് ഞങ്ങൾ 22-ാം തീയതി രാജ്യവ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ്റെയും ദേശീയ മഹിളാ ഫെഡറേഷൻ പോലുള്ള മഹിളാ സംഘടനകളുടെയും ഒക്കെ തന്നെ ഇന്നത്തെ ഈ കൂട്ടായ്മ 19-ാം തീയതി മുതൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കുകയാണ്. പല വിധത്തിലുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബില്ലിൽ എന്താണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, രാം എന്നുള്ളതിലാണ്. പേരെന്തോ ആവട്ടെ, പേരിലല്ല വിഷയം, അതിൻ്റെ അകത്തെ കണ്ടന്റ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ന് അഭിമാനത്തോടെ ജീവിക്കുന്ന റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള ഭരണഘടനയുടെ അവകാശം ഇന്ന് അനുഭവിച്ചു വരുന്ന കോടിക്കണക്കായ മനുഷ്യരുടെ കയ്യിൽ നിന്നും അവരുടെ അവകാശത്തെ പറിച്ചെടുക്കുന്ന പിച്ചി ചീന്തുന്ന ഒരു ബില്ലാണ് ഈ ബില്ല്. ഇതിനെ നഖശികാന്തം ഞങ്ങൾ എതിർക്കും.